പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, 3-4 ദിവസമായിട്ട് ഇങ്ങനൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വളരെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. മറ്റൊന്നുമല്ല, ചിലരൊക്കെ ഇത് കൊട്ടിഘോഷിക്കുന്നത് വൈറൽ വാർത്ത, വൈറൽ വീഡിയോ എന്ന വലിയൊരു തലക്കെട്ടോടുകൂടിയാണ്. നിസ്സാരമായൊരു സംഭവത്തെ പർവ്വതീകരിച്ച് ലോകം മുഴുവനിലേക്കും എത്തിച്ച് ചിലരൊക്കെ വർഗീയ മുതലെടുപ്പ് നടത്തി ലാഭം കൊയ്യുന്ന ചില ഓൺലൈൻ മാധ്യമ ചാനലുകളുടെ ഊളത്തരം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നിസ്സാരമായൊരു സംഭവത്തെ വളരെയധികം പർവ്വതീകരിച്ച് വാർത്ത കൊടുക്കുക. ഇന്ന് നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഇന്ന് വല്ലാതെ കൂടിപ്പോയിക്കൊണ്ടിരിക്കുക. നല്ലതിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല, മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ. ഈ ഒരു വീഡിയോ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. ഇത് ചില ചാനലുകൾ വർഗീയ ചേരിതിരിവിലൂടെ ഇതിനെ ലാഭം കൊയ്യുന്നു എന്നറിഞ്ഞ ഉടനെ ഇതിൻ്റെ ഉടമസ്ഥൻ, അതായത് നമുക്കറിയാം ഇത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള മർത്തമറിയം തുരുത്തി ഫൊറോന പള്ളിയിൽ നടന്ന ഒരു സംഭവമാണിത്. വെള്ളിയാഴ്ച നടന്നൊരു സംഭവമാണ്. മറ്റൊന്നുമല്ല, മാനസിക വൈകല്യം, വളരെ നാളുകളായി മാനസിക വൈകല്യം നേരിടുന്ന ഒരു യുവാവ് ചെയ്ത ഒരു പ്രവർത്തനം. അച്ഛൻ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്: കുറച്ച് നാളുകളായിട്ട് ഈ ഒരു കുടുംബത്തെ, മാനസിക വൈകല്യം അനുഭവപ്പെടുന്ന ഈ യുവാവിനെയും ഇവൻ്റെ പിതാവിനെയും പള്ളിയിലാണ് താമസിപ്പിക്കുക. ഇവർക്കിതാ ഈ 16-ാം തീയതി ഇടവകയുടെ നേതൃത്വത്തിൽ തന്നെ നല്ലൊരു വീട് പണിതിട്ട് അങ്ങോട്ട് മാറ്റാനിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഇങ്ങനൊരു സംഭവം കടന്നു വരിക. നമുക്കറിയാം, മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഇങ്ങനെ നടക്കും എപ്പോഴും. അവർ നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെയാണ് ഈ യുവാവ് പള്ളി തുറന്ന് കിടക്കുന്നു. പവന സങ്കീർത്തിലേക്ക് കയറി അവൻ്റെ ഒരു നന്മ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്, കയറിയ ഉടനെ തന്നെ അവൻ ഗ്ലോബ് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെന്നാണ് അച്ഛൻ പറയുക. അതിനുശേഷം അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കാപ്പിയെടുത്ത് അവൻ മുമ്പിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അച്ഛൻ അവനെ ചോദ്യം ചെയ്ത ഉടനെ അവൻ അതും എടുത്തുകൊണ്ട് ഓടുന്ന ദൃശ്യമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ കഴിയുക. അതിനുശേഷം അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വിഷയം അതല്ല. ആ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ച്, തൊട്ടടുത്തുള്ള ആരോ കൊണ്ടാണെന്ന് പറയണേ, ആ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ട ആ സാമൂഹ്യ ദ്രോഹിയാണ് അവനേക്കാളും മാനസിക രോഗി എന്ന് നമുക്ക് പറയാൻ പറ്റും. നിസ്സാരമൊരു കാര്യത്തെ എന്തും വാർത്തയാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടായേ മതിയാവും. എന്തിനു വേണ്ടി ആയിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, അവൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ അവൻ ചെയ്യുമോ പ്രിയമുള്ളവരെ? ഇത് വാർത്തയായി. അതിനെ അപലപിച്ചുകൊണ്ടെല്ലാം അച്ഛൻ രംഗത്ത് വന്നു. ഇവിടെ വിഷയം അതല്ല. ഇന്ന് നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരു വാർത്ത കാണുമ്പോൾ ഒന്ന് കൊട്ടിഘോഷിക്കുകയെന്ന് എല്ലാവരും. ചില ക്രിസ്ത്യൻ നാമധാരികളാണ് ഇവിടെ കുറ്റക്കാർ. നമുക്കറിയാം, വിശുദ്ധ കുർബാന തർക്ക വിഷയം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്ക വിഷയം അതിരൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കുറച്ച് 1-2 ആഴ്ചകളായിട്ട് പ്രസാദഗിരി പള്ളിയിൽ നടന്ന ആ സംഭവത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ മുക്കുന്നതും മൂളുന്നതും തുമ്മുന്നതും അപ്പിയിടുന്നതുമെല്ലാം വാർത്തയാക്കി ഇന്ന് അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ഓൺലൈൻ മാധ്യമ ചാനലുകൾ ഇന്ന് സജീവമാണ്. അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്തു? ഇത് കൊട്ടിഘോഷിച്ചു. കുർബാനയുടെ എതിർപ്പുള്ളവരൊക്കെ ഇത് ഘോഷിച്ചു, തരംഗമാക്കുക, വൈറലാക്കുക. ചിലരൊക്കെ പടക്കം വാങ്ങി വെച്ചു എന്നാണ് പറയുന്നത്. കുർബാനയുടെ എതിർപ്പുള്ള ചില ഊള ചാനലുകൾ, ദിവസം പ്രതികരിക്കുന്ന ഊള ചാനലുകളെല്ലാം ഇത് വാർത്തയാക്കി. പിറ്റേ ദിവസം അവൻ മാനസിക വൈകല്യം നേരിടുന്ന ഒരു യുവാവാണെന്ന് അറിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? വാർത്ത ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന വലിയൊരു തലക്കെട്ടോടുകൂടെ പിറ്റേ ദിവസം കടന്നു വന്നു. നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ നിങ്ങൾക്ക്? എനിക്കതേ ചോദിക്കാനുള്ളൂ. ഇന്ന് ചങ്ങനാശ്ശേരിക്കാരോടാണ് കൂടുതലും ഇന്ന് അവരെ കൊല്ലേണ്ട കലിയാണ് ചിലർക്കൊക്കെ. അവരാണ് എല്ലാത്തിൻ്റെയും കുറ്റക്കാരനെന്നാണ് ചിലരൊക്കെ പറഞ്ഞ് നടക്കുന്നത്. പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവിനെയല്ലേ ഇതിൽ കൊണ്ടുവരാൻ നോക്കി. അതുകൊണ്ട് അവർ ചിലരൊക്കെ പടക്കം വാങ്ങി വെച്ചു ആഘോഷിക്കാനായിട്ട്. അവസാനം അവർ മൂഞ്ചിപ്പോയി. പടക്കമൊക്കെ ഇപ്പോൾ ആറ്റിൽ ഒഴുക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കി. കാലഘട്ടത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് രണ്ടുപേരെ തമ്മിൽ തെറ്റിപ്പിക്കുക, അവിടെ വിഭാഗീയത സൃഷ്ടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുക. ഇങ്ങനൊരു ഭിന്നിപ്പിൻ്റെ ദുരാത്മാവ് ഈ കാലഘട്ടത്തിൽ ഇത് മറ്റ് സമുദായക്കാർ പരത്തിയതാണെന്ന് ഷെയർ ചെയ്തതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല.
ക്രിസ്ത്യാനികൾക്കുള്ളിൽ തന്നെ ചിലർ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൂണുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ അന്ത്യം എങ്ങനെയാവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ദുഷ്ടാരൂപി, വെറുപ്പിൻ്റെ ദുരാത്മാവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെയധികം സജീവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. എൻ്റെ പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിലെ ഒരു ക്രിസ്ത്യാനിയുടെ അവകാശങ്ങൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെല്ലാം ഏത് തരത്തിൽ നിഷേധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് അറിയപ്പെടുന്ന ഒരു പിതാവിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം മനോഹരമായിരുന്നു. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു മനസ്സോടുകൂടെ, ഒരു കെട്ടോടുകൂടെ, ഐക്യത്തോടുകൂടെ നിലനിൽക്കണം. ഇവിടെ സീറോ മലബാറെന്നോ സീറോ മലങ്കരയെന്നോ ലത്തീനെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്ത്യാനികളെല്ലാവരും ഒരുമിച്ച് മുന്നേറണം, ഐക്യം സംജാതമാകണം. പിതാവ് പറഞ്ഞത് എറണാകുളംകാരനെന്നോ ചങ്ങനാശ്ശേരി രൂപതയെന്നോ താമരശ്ശേരി രൂപതയെന്നോ തലശ്ശേരി എന്നോ പാലക്കാടെന്നോ തൃശ്ശൂരെന്നോ ഇരിഞ്ഞാലക്കടയെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടെ നിന്നാലേ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്ന് അടിവരയിട്ട് പിതാവ് പറയുക. ഇവിടെ നോക്കി എൻ്റെ പ്രിയമുള്ളവരെ, ചെറിയൊരു സംഭവത്തെ ഇത്രമാത്രം പർവ്വതീകരിച്ച് നവമാധ്യമങ്ങളെല്ലാവരും ഉപയോഗിക്കുകയാ. അതിനെ വാർത്തയാക്കി ഷെയർ ചെയ്ത് ലൈക്ക് കിട്ടാനും റീച്ച് കിട്ടാനും അതിൽ നിന്ന് ലാഭം കൊയ്യാനും കാത്തിരിക്കുന്ന ചില വ്യക്തികൾ. തീയായി അത് പടരുകയാണ്. ഇവിടെ എവിടെയാണ്, എന്നാണ് നമുക്ക് ഐക്യം കൊണ്ടുവരാൻ സാധിക്കുക? എൻ്റെ ചോദ്യം അതാണ്. ഈ പോക്ക് എങ്ങോട്ട്? ഇതെവിടം കൊണ്ടുവന്ന് അവസാനിക്കും? ഭിന്നിപ്പിൻ്റെ ദുരാത്മാവിനെ നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറ്റൂ. വർഗീയതയുടെ ദുരാത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റൂ. കർത്താവ് ആഗ്രഹിക്കാത്ത കാര്യമാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ, ക്രിസ്തത്വം പേറുന്നവരാണെങ്കിൽ ആ ക്രിസ്തുവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഈ പേരിൽ വെറുപ്പോ വൈരാഗ്യമോ ഭിന്നിപ്പോ സൃഷ്ടിക്കാനല്ല ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. ഒരുമിച്ച് കൂട്ടാനാ. ചിതറിക്കിടുന്നവരെ ഒരുമിച്ച് കൂട്ടാനാ. ആ ഒരുമിച്ച് കൂട്ടിയവരെ നിങ്ങൾ ചിതറിപ്പിക്കല്ലേ. നമ്മളെക്കാൾ മുൻപ് കടന്നുപോയ പുണ്യാത്മാക്കൾ അവരുടെ അധ്വാനം കൊണ്ട്, അവരുടെ സഹന ജീവിതം കൊണ്ട് ഈ സഭയ്ക്ക് കരുത്തേകിയവരാണ്, ഒരുമിച്ച് കൂട്ടിയവരാണ്. അതിനെ നിങ്ങളുടെ ഈ വൃത്തികെട്ട പരിപാടി മൂലം അതിനെ നിങ്ങൾ ചിതറിപ്പിക്കല്ലേ. നിങ്ങൾ തന്നെ കണക്ക് കൊടുക്കേണ്ടി വരും ഇന്നല്ലേ നാളെ. ആ ദുഷ്ടചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയും പ്രിയമുള്ളവരെ. ഒരുമിച്ച് മുന്നേറാം, എങ്കിലേ നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭിന്നിപ്പ് സൃഷ്ടിക്കല്ലേ. ദൈവം ആഗ്രഹിക്കാത്തതാണ്.